നമസ്കാരം. ക്രിസ്മസ് നാളുകളിൽ ഒരു നല്ല സമരിയാക്കാരുടെ കഥയല്ല, ജീവിതാനുഭവം, അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ പ്രചോദനാത്മകമാണ് ആ ഒരു ജീവിതത്തിൽ ഉണ്ടായ ഒരു അപ്രതീക്ഷിതമായൊരു അനുഭവം. ഡോക്ടർ തോമസ് പീറ്റർ, ഡോക്ടർ ദിദ്യ തോമസ്, ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. വളരെ അപ്രതീക്ഷിതമായി നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിനെക്കുറിച്ച് ഡോക്ടർമാർ തന്നെ അവരാണ് അത് അഭിമുഖീകരിച്ചതും അത് കൃത്യമായി കൈകാര്യം ചെയ്തതും. അവരുടെ അനുഭവത്തിൽ നിന്ന് തന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാം. ഞങ്ങളന്ന് ഈവനിങ്ങിൽ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലോട്ടേക്ക് പോയിട്ട് വരുമായിരുന്നു. അമ്മയുടെ വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് ഒരു 8 മണിയായി കാണും. കരോളിന് വേണ്ടിയിട്ട് വേഗം സ്പീഡിൽ വന്നതായിരുന്നു. അപ്പോഴാണ് ബ്ലോക്ക് കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തിയത്. നോക്കിയപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് വേണോ വേണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും എന്തായാലും നോക്കിയേക്കാമെന്ന് പറഞ്ഞ് വണ്ടി സൈഡാക്കി ഇറങ്ങി നോക്കിയപ്പോഴത്തേനും നടു റോട്ടിൽ ഒരാൾ കിടക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. വൈറ്റ് ഷർട്ടിട്ട് ഒരാൾ കിടക്കുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ എന്തായിരിക്കുന്നു എന്ന് യങ്ങായിട്ട് തോന്നിയപ്പോൾ നമ്മളവിടേക്ക് പോയി നോക്കാമെന്നുള്ള രീതിക്ക് എന്തായാലും ഫസ്റ്റ് എയ്ഡ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുള്ള രീതിക്കാണ് അങ്ങ് പോയത്. രണ്ടുപേരും പോയി. അപ്പോൾ ആൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ട് വലിയ സ്റ്റെത്ത് ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പം കുറേ ക്രൗഡഡ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യും? നമ്മൾ പെട്ടെന്ന് മാറുമെന്ന് പറയുമ്പോൾ അവരെന്തായാലും മാറിത്തരത്തില്ലല്ലോ. അപ്പം സ്റ്റെത്ത് എടുത്തിട്ടുണ്ടായതുകൊണ്ടാവാം അവർ മാറിത്തന്നു. ഇങ്ങനെ ചെന്ന് നോക്കിയപ്പോഴത്തേനും ഒരാൾ റോഡിൽ കിടക്കുന്നുണ്ട്. റോഡിൽ കിടന്ന ആൾ എന്താ പറയുക, അനങ്ങുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, അനങ്ങാൻ പറ്റാത്ത ഒരു കിടക്കുവാണ്, നടു റോഡിൽ കിടക്കുവാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്ത് തരത്തിലുള്ള ഇഞ്ചുറിയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. അതിന് മുന്നേ അവിടെ പോലീസ് ഉണ്ടായിരുന്നു. പോലീസും വേറൊരു ഡോക്ടറും ഉണ്ടായിരുന്നു. ആ ഡോക്ടർ വേറൊരു പേഷ്യൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ പേഷ്യൻറ്റിനെ അനക്കണ്ട എന്നുള്ളത് ഇൻസ്ട്രക്ഷൻ ആ സാറും കൊടുത്തിട്ടുണ്ട്. പോലീസ് അതിന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അനക്കിയിട്ടുണ്ടായിരുന്നില്ല പേഷ്യൻറ്റിനെ. അപ്പം ഡോക്ടർ തോമസ് പോയിട്ട് പേഷ്യൻറ്റിനെ ആദ്യം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ റോഡിൻ്റെ സൈഡിൽ ഒരു കൂട്ടം കണ്ടായിരുന്നു. ആ കൂട്ടം കണ്ടപ്പോഴത്തേനും നമ്മൾ അങ്ങോട്ടേക്ക് പോയി നോക്കി. എന്താണ് നമ്മൾ നോക്കണമല്ലോ, ഓരോ ഒരു മാസ് കാഷ്വാലിറ്റി ആകുമ്പം ഒരു ഇഞ്ചുറി ആകുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ കാറ്റഗറൈസ് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്യുക. അപ്പോൾ പേഷ്യൻറ്റിന് എന്ത് തരത്തിലുള്ള ഇഞ്ചുറി ആണെന്നൊക്കെ നമ്മൾ നോക്കണം. അപ്പം ഈ പേഷ്യൻറ്റ് സംസാരിക്കുന്നുണ്ട്. മൂന്നാമതൊരാൾ നടന്നു പോകുന്നുണ്ട്. ആളെ അപ്പം തന്നെ താലൂക്ക് ആശുപത്രിയിലോട്ടേക്ക് പോലീസിൻ്റെ സഹായത്തോടെ കൊണ്ടുപോയി. വലിയ ഇഞ്ചോർഡല്ലായിരുന്നു ആൾ. അപ്പം ഈ പേഷ്യൻറ്റിനെ ഡോക്ടർ തോമസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അപ്പുറത്ത് നോക്കുമ്പോൾ ഒരു കൂട്ടമുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പം ഒരാൾ മൊത്തം ഫേഷ്യൽ ട്രോമയൊക്കെ ആയിട്ട് ഫുള്ള് ബ്ലഡും, അതായത് ചിൻ പാഡ് ഇല്ലാത്ത ഹെൽമെറ്റ് കൊണ്ടായതായിരിക്കണം, ഇടിച്ച് വീണപ്പോൾ ഫേഷ്യൽ ട്രോമയാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പം ബ്ലഡും മണ്ണും കൂടി മിക്സ് ആയപ്പോഴത്തേനും ആളുടെ പിന്നെ ഫേഷ്യൽ ട്രോമ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഫുള്ള് എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആയിപ്പോയി. ആൾക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഇത്രയും ഭാഗം ഒബ്സ്ട്രക്റ്റഡ് ആയതുകൊണ്ട് ആ ഡോക്ടർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പൊസിഷനിൽ സർവിക്കൽ സ്പൈൻ സ്റ്റെബിലിറ്റിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ എയർവേ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് കുറച്ച് ആ ഉള്ള പാത്ത് വേയിൽ കൂടി കുറച്ചും കൂടി ഈസി ആയിട്ട് എയർ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ സാർ ഇരിക്കുമായിരുന്നു. അപ്പം നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി ആൾ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു സ്റ്റാഫാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ ചോദിച്ചായിരുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞു, സാറിങ്ങനെ CTV സർജൻ ആണെന്നുള്ളത് പറഞ്ഞു, ഇൻട്രൊഡ്യൂസ് ചെയ്തു ആ ഒരു ഫ്രാഗ്മെൻറ്റ് ഓഫ് സെക്കൻഡ്സിൽ. അപ്പോൾ നമുക്ക് ധൈര്യമായി, എന്തായാലും അങ്ങനെ ആൾ കൂടെ ഉണ്ടല്ലോ. വളരെ അപ്രതീക്ഷിതമായൊരു വിവാഹ സമ്മാനമാണെന്ന് പറയില്ല. 6 മാസമല്ലേ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ ക്രിസ്മസാണ്. രണ്ടുപേരെ ഒരുമിച്ച് പോകുന്നു. നമ്മൾ ഈ പറഞ്ഞ ക്രിസ്മസ് ആഘോഷ മൂഡിലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളൊരു ഒരു പൊതു സംവിധാനത്തിൽ നിന്നൊരു സർജിക്കൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണല്ലേ ഇത്. എന്തായിരുന്നു? അല്ല, ഒരു സർജിക്കൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിനുപരി എല്ലാവരും പറയുന്നു ഒരേ സമയം 3 ഡോക്ടർ ഒരു സ്ഥലത്ത് എത്തി എന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവിടെ സംഭവിച്ചത് 3 ഡോക്ടർമാർ മാത്രമല്ല, അവിടെ ഒരു അറ്റൻഡർ ഉണ്ടായിരുന്നു. ഞങ്ങളത് പറഞ്ഞു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു അറ്റൻഡർ വളരെ അവിചാരിതമായ വഴിക്ക് പോയതാണ്. അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ക്ലിനിക്കിലെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർ പരിചയപ്പെടുത്തിയൊന്നുമില്ല. അവർ പേഷ്യൻറ്റിനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, സാർ പേഷ്യൻ്റ് എങ്ങാനും അറസ്റ്റിൽ പോവുകയാണെങ്കിൽ CPR കൊടുക്കണ്ടേ, അതിന് ഞങ്ങൾ റെഡിയാണ്. പിന്നെ അവരുടെ ഫോൺ എടുത്ത് അവർ തൊട്ടടുത്തുള്ള ആരെയൊക്കെ വിളിച്ചു വരുത്തി. പോലീസുകാരുടെ ഒരുപാട് ഇതുണ്ടായിരുന്നു, ആൾക്കാർ ഒരുപാട്. കാര്യം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരുപാട് കമൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് തന്നെ ആൾക്കാർ പോലീസുകാരോട് ചൂടാവുന്ന രീതിയിൽ. അത് അവർക്കറിയത്തില്ല അത് എത്ര നേരം ഈ റൂട്ടിൽ കിടക്കുന്നു, നിങ്ങളെന്താ എടുക്കാതെ. അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം മുമ്പിൽ വന്ന് ഡോക്ടർ കൊടുത്തേക്കുന്ന സജഷനും ഇവർക്ക് ട്രെയിനിങ് കിട്ടിയേക്കുന്നത് അങ്ങനെയാണ്. സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ സസ്പെക്ട് ചെയ്ത കേസിൽ, അതായത് നടുറോട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ ആളുടെ മുഖത്തുനിന്ന് ചോര വരുന്നുണ്ട്. സോ കഴുത്തിൻ്റെ പുറകിലെ അവിടെ സ്പൈൻ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനിൽ ആ പേഷ്യൻ്റ് എടുക്കാൻ
നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ജീവിതകാലം മൊത്തം പാരലൈസ്ഡ് ആയി പോകാനുള്ള സാധ്യതയാണ്. നമുക്കൊരു പലക കിട്ടുമോ, ഒരു പലക കിട്ടുവാണെങ്കിൽ അതിലേക്ക് പേഷ്യൻറ്റിനെ വലിച്ചിട്ട് മാത്രമേ റൂട്ടിൽ നിന്ന് മാറ്റാമുള്ളൂ. അല്ലാത്ത പക്ഷം ആ പേഷ്യൻ്റ് നട റൂട്ടിൽ തന്നെ കിടക്കട്ടെ. കാര്യം പോലീസുകാർ നല്ല രീതിയിൽ രണ്ട് സൈഡിലേക്കും ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, എന്നിരുന്നാലും ട്രാഫിക് കൺട്രോൾ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോഴാണ് വേറൊരു ആൾക്കൂട്ടം കണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് പേഷ്യൻറ്റിൻ്റെ ബ്രീതിങ് കുറഞ്ഞ് വരുന്നത് കണ്ടു. അപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് അപ്പർ എയർവേ ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് താഴെ നമുക്ക് ചെയ്യാനുള്ളത് ട്രക്യോസ്റ്റോമി എന്ന് പറയുന്നൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. ഈ ട്രക്യോസ്റ്റോമി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെമ്പററി എമർജൻസി ആയിട്ട് ചെയ്യാവുന്നൊരു പ്രൊസീജിയറാണ് ക്രിക്കോതൈറോട്ടോമി എന്ന് പറയുന്നത്. അത് നമ്മൾ എമർജൻസി മെഡിസിനിലോ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ ഇതുപോലെ ശ്വാസം മുട്ടി വരുന്ന പേഷ്യൻറ്റിനെ പെട്ടെന്ന് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രൊസീജിയറാണ്, എയർവേ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. അതൊരു സർജിക്കൽ പ്രൊസീജിയർ എന്ന് മാത്രം പറയാനുള്ള അതിന് പിന്നെയുണ്ട്, അതിന് ബാക്കി ട്യൂബിങ്ങും ട്രക്യോസ്റ്റോമി പോലെയുള്ള കുറച്ചും കൂടി വിശദീകരിച്ച രീതിയിലേക്കാണ് ചെയ്തത്. പക്ഷേ ഇതൊരു എമർജൻസി സിറ്റുവേഷനാണ്, അതിനുള്ള സമയമൊന്നും നമുക്കില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാന്നേ ഉള്ളൂ. സാറാണ് കോള് തീരുമാനം എടുക്കുന്നത്. സാർ പറഞ്ഞു നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും MBBS ഡോക്ടേഴ്സാണ്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഡോക്ടർ നായാലും 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്തിട്ടില്ല, അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്നല്ലാതെ. സാർ പറഞ്ഞു നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. അതായത് ഈ പേഷ്യൻറ്റിന് ചെയ്തില്ലെങ്കിൽ പേഷ്യൻ്റ് ഡെഫിനറ്റ്ലി ഡെത്തിലേക്ക് പോകുന്നുള്ളത് 100% ആസ് ക്ലിനിഷ്യൻസ് നമുക്ക് 3 പേർക്ക് ഉറപ്പാണ്. പിന്നെ അവിടെ ഒരു ഡൗട്ട് തോന്നേണ്ട കാര്യമുണ്ടായിട്ടില്ല. ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിനെ പറ്റി അവിടെ 3 പേരും ചിന്തിച്ചിട്ടില്ല. ആകെ ഉണ്ടായിരുന്നൊരു ചിന്ത മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തത് ഇത് ചെയ്യുന്നത് ആൾക്കാരുടെ മുമ്പിൽ നിന്നാണ്. ആൾക്കാർ സാധാരണക്കാരാണ്, വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരും പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ നിന്ന് പല കമൻസ് വരും. അതിൽ നിന്ന് ഒരാൾ ഒരു കമൻറ്റ് പറഞ്ഞാൽ മതി, ഇതെന്താ നടുറോട്ടിലിട്ട് ഒരാളുടെ കഴുത്തിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോൺഫിഡൻസ് പോകും, നമുക്കത് ചെയ്യാൻ പറ്റില്ല. ആ പ്രൊസീജിയർ ഒരു അട്ടർ ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പോലീസുകാരുടെ സഹായത്തോടുകൂടി നാട്ടുകാരോട് പറഞ്ഞത് ഇങ്ങനെ നമ്മളൊരു പ്രൊസീജിയർ ചെയ്യാൻ പോവാണ്, ദയവേത് ആരും ഒരു വീഡിയോയോ ഫോട്ടോയോ എടുക്കരുത്. പിന്നെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അപ്പോൾ എല്ലാവരും ഫോൺ തെളിച്ച് അവരുടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി തരിക എന്ന് പറഞ്ഞപ്പോൾ സാറ് കമൻറ്റ് ചെയ്തു എനിക്കൊരു ഗ്ലൗസും ഒരു ബ്ലേഡും ഒരു സ്ട്രോയും തരുമെന്ന് ചോദിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് പോലീസുകാരുടെ സഹായത്തോട് കൂടിയാണെന്ന് തോന്നുന്നു, നമ്മൾ അത്ര ഇത് സ്കീനായിട്ട് ശ്രദ്ധിക്കുന്നില്ല, സഹായത്തോട് കൂടി പോയി ഒരു ബ്ലേഡും ഒരു പേപ്പർ സ്ട്രോയും കൊണ്ടുവന്നു. അപ്പോഴും നമുക്ക് സാനിറ്റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ കഴുത്തിലും മേത്തും പറ്റിയിരിക്കുന്ന മണ്ണ് മാറ്റാനോ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല. അപ്പോഴും നമ്മുടെ ചിന്തയുണ്ട്, പേഷ്യൻറ്റിനെ നമുക്ക് തിരിച്ച് കിട്ടിയാൽ പിന്നെ ഉണ്ടാകാവുന്നത് കോംപ്ലിക്കേഷൻസാണ്. ജീവനേക്കാളും വലുതല്ല കോംപ്ലിക്കേഷൻസ്. ജീവനുണ്ടെങ്കിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് മാറ്റിയെടുക്കാം. അപ്പോൾ ജീവൻ നിലനിർത്തുക എന്നതാണ്. അതിൻ്റെ മുമ്പിൽ വേറെ കാര്യങ്ങളൊന്നും സാറും നോക്കിയില്ല, നമ്മളും നോക്കിയില്ല. പിന്നെ സാറിൻ്റെ കോൺഫിഡൻസ് കാര്യം അറിയാലോ, CTVS സർജൻ എന്ന് വെച്ചാൽ കാർഡിയോതൊറാസിക് വാസ്കുലർ സർജൻ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള, അതും കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് സർജറീസ് ചെയ്തിട്ടുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ CPR കൊടുക്കാൻ റെഡി ആയിട്ട് ഞാൻ നിന്നു. സാർ പ്രൊസീജിയർ ചെയ്ത് നമ്മൾ സ്ട്രോ ഇൻസേർട്ട് ചെയ്തപ്പോഴത്തേക്കും പേഷ്യൻറ്റിൻ്റെ ശ്വാസത്തിൻ്റെ വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാൻ പറ്റി. അതിൽ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടായിരുന്നു, അത് സാർ റിമൂവ് ചെയ്യാനുള്ള ഇതിൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ചും കൂടെ കഴിയുമ്പോൾ വീണ്ടും പേഷ്യൻ്റ് ഡിസ്ട്രസ്സിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടു. അപ്പോഴാണ് മനസ്സിലായത് ഇത് പേപ്പർ സ്ട്രോ ആണ്. അടിയിൽ സോക്കായിട്ടെന്ന് മനസ്സിലായി. അത് മാറ്റി വേറൊരു പേപ്പർ സ്ട്രോ, ഒരു 4-5 പേപ്പർ സ്ട്രോ ഉണ്ടായിരുന്നു, അതിട്ടു. അപ്പോഴും വീണ്ടും അത് സോക്കാവുന്ന കണ്ടപ്പോഴാണ് പറഞ്ഞത് നമുക്കൊരു പ്ലാസ്റ്റിക് സ്ട്രോ കിട്ടുമെന്ന്. നമ്മൾ അത്രേ ചോദിച്ചുള്ളൂ. പക്ഷെ അവിടെ നിന്ന് ഏതൊരു മനുഷ്യൻ അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു 3 ഡോക്ടർമാരൊരു സ്ഥലത്തെത്തിയതില്ല. അതാരാന്ന് ഞങ്ങൾക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ കോമൺ സെൻസിലുണ്ടായതാണ്. സ്ട്രോ കിട്ടാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡ്രിങ്ക് വാങ്ങിച്ച് അതിലെ സ്ട്രോയാണ് നമുക്ക് തന്നത്. അതൊരു എല്ലാവർക്കും, ചിലപ്പോൾ ഒരു 3 ഡോക്ടർമാർ അവിടെ നിൽക്കുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ആ സമയത്ത് വന്നില്ല. അത് ആ ഒരു മനുഷ്യന് തോന്നിയതാണ്. അതും ഒരു ദൈവത്തിൻ്റെ കാര്യം എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നു ആ സ്ട്രോ ഇട്ട് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുക ചെയ്തത്. ഒരുപാട് നിമിത്തങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു അപൂർവ സമയമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സാധാരണ ഇങ്ങനത്തെ സമയങ്ങളൊന്നും പ്ലാൻ ചെയ്ത് കിട്ടുന്നതല്ല. അതൊരു പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് സമയത്തൊക്കെ ഇത് ശരിക്കും നിങ്ങൾ എടുത്തൊരു റിസ്ക്, വല്ലാത്തൊരു റിസ്ക്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അത് ചിന്തിച്ച് കാണത്തില്ല. ഒരുപക്ഷെ ഇത് ഈ പ്രൊസീജിയർ എന്തെങ്കിലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദികളായിട്ട് ഒരുപക്ഷെ പൊതുസമൂഹം നമ്മളെ ക്രൂശിക്കുന്നൊരു കണ്ടീഷനിലോട്ട് പോകും. അപ്പം ഈ ഇപ്പോഴത്തെ നിൽക്കുന്ന മീഡിയയൊക്കെ ഉൾപ്പെടെയുള്ളവരെ തിരിച്ചായിരിക്കും വരിക. ആ സാധനത്തെക്കുറിച്ചൊക്കെ പിന്നീടെങ്കിലും ഒന്ന് ആലോചിക്കുകയുണ്ടായോ എപ്പോഴെങ്കിലും? ഞങ്ങളന്ന് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ ആക്കിയതിന് ശേഷം ഞങ്ങളുടെ വണ്ടി അവിടെ കിടക്കുമായിരുന്നു, സ്പോട്ടിൽ കിടക്കുമായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ 3 ഡോക്ടേഴ്സും കൂടി ഒരുമിച്ചൊരു ഊബറിലാണ് പോയത്. അപ്പോഴാണ് ഞങ്ങളൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത്. അത്രയും നേരം ഫുൾ മൈൻഡ് പോലും ബ്ലാങ്ക് ആയിരുന്നു. ഈവൻ പോലീസുകാർ ഞങ്ങളുടെ നമ്പർ, ആംബുലൻസിൽ കയറി ഞങ്ങളുടെ നമ്പർ ചോദിച്ചപ്പോൾ പോലും നമ്പർ ഫുൾ മിക്സ് ആവും, ഒന്നും ഓർമ്മ വരുന്നില്ല. ആ സമയത്ത് ഫുൾ ബ്ലാങ്കാണ് മൈൻഡ്. ആളെങ്ങനെയെങ്കിലും അവിടെ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അപ്പം അത് കഴിഞ്ഞ് പോണ സമയത്താണ് ഞങ്ങളിങ്ങനെ ചോദിച്ചത്, ഒരു പക്ഷേ പേഷ്യൻറ്റിന് എന്തെങ്കിലും ആ സമയത്ത് കൊളാപ്സ് ആയിരുന്നെങ്കിൽ നമ്മളിത് ചെയ്തത് മൊത്തം അവർ നേരെ തിരിഞ്ഞേനെ. ഇപ്പം നമ്മൾ പ്രശംസിക്കാനുള്ളവർ പോലും ചിലപ്പം ഭാവി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആ 3 പേരുടെയും മൈൻഡിനകത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നാളെ നമ്മൾ എന്താവും, നമ്മളുടെ കരിയർ എന്താവും എന്നൊന്നും അറിയത്തില്ല. മെഡിക്കൽ ലീഗലി വലിയ ഇഷ്യൂസ് വരില്ല എങ്കിൽ പോലും നാളത്തെ മീഡിയ നമ്മളെങ്ങനെ ഏറ്റെടുക്കും നമുക്കറിയില്ല. അങ്ങനെ നല്ല ടെൻഷൻ പോണ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതും ആളെ ഇങ്ങനെ ആവാന്നൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ ചെയ്തു, നമുക്ക് നോക്കാം, വഴിയെ നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. പക്ഷേ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പേഷ്യൻറ്റിനെ അത്രയും ഷാലോ ബ്രീത്തിങ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ എത്തുന്ന വരെ സ്റ്റെബിലൈസ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമാണ് അവർ അറസ്റ്റിൽ പോയത്. എന്തായാലും കരിയർ തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ദൈവാനുഗ്രഹം പോലൊരു കാര്യം കിട്ടുക, അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുക. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ്, ആരോഗ്യ മന്ത്രി എല്ലാവരും പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അതിന് ശേഷമുള്ള? അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഞങ്ങൾ രണ്ടുപേരും ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ടൊരു MBBS കഴിഞ്ഞ സാധാരണ 2 ഡോക്ടേഴ്സാണ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ബേസിക് ലൈഫ് സപ്പോർട്ട്, CPR, അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ താല്പര്യമാണ്. അവയർനെസ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലും അങ്ങനത്തെ അവയർനെസ് പ്രോഗ്രാംസ് കമ്മ്യൂണിറ്റിയിൽ ചെയ്യാൻ താല്പര്യമുള്ള ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ക്ലാസ്സിൽ എപ്പോഴും പറയാറുണ്ട്, ഈ ബേസിക് ലൈഫ് സപ്പോർട്ട് അല്ലെങ്കിൽ CPR കൊടുക്കുന്നതിനെ പറ്റി നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ഗുണമില്ല. ഞാൻ പഠിച്ചത് കേൾക്കുന്നുണ്ട്, ഞാൻ കുഴഞ്ഞു വീണ് എന്ന് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് കിടക്കുന്ന സമയത്ത് എനിക്ക് CPR കൊടുക്കാൻ പറ്റത്തില്ല. സോ കൂടെയുള്ളവരെ പഠിപ്പിക്കുക എന്നതാണ് നമ്മുടെ പ്രശ്നം. എല്ലാവരും ഇപ്പം ഈ ന്യൂസുകളിലും ഇതിൻ്റെ കമൻസിലെല്ലാം വായിച്ചു, ആൾക്കാർക്ക് പേടിയാണ് ഒരു ആക്സിഡൻറ്റ് അറ്റൻഡ് ചെയ്യാനുള്ളതെന്നുള്ളത്. ഇപ്പോൾ ഓപ്പണായിട്ട് പറയാം, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ നേരിട്ട് കണ്ടിരിക്കുന്ന കാര്യം, ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് അവരൊന്ന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസിനെ നമ്മളെ അറിയിക്കും. അതായത് ഞാനൊരു ആക്സിഡൻറ്റ് ഒരാളെ കൊണ്ടുവന്നു, എനിക്കറിയില്ല ഇത് ആരാന്നുള്ളത്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് PROs ഉണ്ടാകും, അവർ ഹോസ്പിറ്റലിൽ നിന്ന് പോലീസിനെ ഇൻഫോം ചെയ്യും. പോലീസ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും ചിലപ്പോൾ ഡീറ്റെയിൽസും എടുക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകാം. പഴയതുപോലെയുള്ള ഇതിൻ്റെ തലയിലാവോ, ഇതിന് നൂലാമാലയാവോ, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ആൾക്കാർ അങ്ങനത്തെ കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പാടുപെടുന്നത് ഇതുകൊണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താവും, ഇനി എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി ഞാൻ ഇനി എന്തെങ്കിലും ചെയ്തു എന്ന പറയാൻ പറ്റത്തില്ല. കാര്യം മീഡിയ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂള് തന്നെയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ, നല്ല രീതിയിലും, അതായത് ഒരു ഗുഡ് വേയും ബാഡ് വേയിലും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സിനിമകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്, മെസ്സലിലൊക്കെ ആൾക്കാർ വിജയൊക്കെ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്നു, ആളുകളിലൂടെ തിരിച്ചറിയുന്നു. സിനിമ മാത്രമല്ല, ജീവിതത്തിലും സിനിമാറ്റിക് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നല്ലേ. അവസാനമായിട്ട് ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു വാചകത്തിൽ ഈ മൊത്തം അനുഭവങ്ങളെ നമുക്ക് എങ്ങനെ ഒന്ന് ക്രോഡീകരിക്കാൻ പറ്റും? ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് റിയൽ ലൈഫാണോ അതോ ഫിലിം ലൈഫാണോ എന്നുള്ളത്, റിയാലിറ്റി ആണോ അതോ ഫാൻറ്റസി ആണോ എന്ന് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, ആ സമയത്ത് അതിനെപ്പറ്റി ഒരു ബോധം ഇല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്തതൊരു വലിയ കാര്യമാണെന്ന് തോന്നുമ്പോഴത്തേനും വലിയൊരു ഹാപ്പിനെസ് തന്നെയാണ് ഉള്ളത്. തീർച്ചയായിട്ടും ക്രിസ്മസിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള നല്ല സന്തോഷകരമായ വർത്തമാനങ്ങൾ കേൾക്കുക, പ്രത്യേകിച്ച് ജീവിതം തുടങ്ങുന്നു, കരിയർ തുടങ്ങുന്നു. തീർച്ചയായിട്ടും ഈ സ്പിരിറ്റ് ഇവരുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഒരുപോലെ ആ ഒരു ടീം വർക്ക് ഉണ്ടാവട്ടെ. എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കിട്ടുന്നൊരു ഇൻസ്പിറേഷൻ അത് എല്ലാവർക്കും, സമൂഹത്തിന് പൊതുവായിട്ടൊരു മാതൃക തന്നെയാവട്ടെ. എന്തായാലും ഇരുവർക്കും ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു.